ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പാൻസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റുഡൻസിനൊക്കെ വേണമെങ്കിലും സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ അല്ലേ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. അത്രയ്ക്ക് സിമ്പിളാണ്. നമ്മളിപ്പോൾ നൈറ്റി പീസസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വളരെ വിലക്കുറവിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുവേ. അപ്പോൾ ഒരു നൈറ്റി പീസ് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് കാണും. വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 32 ഇഞ്ചൊക്കെ കാണത്തുള്ളൂ. ആ രീതിയിലുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ അളക്കുമ്പോൾ 32 അതിൻ്റെ വിഡ്ത്ത്. അപ്പം നമ്മൾ അതിനെ ഇങ്ങനെ എടുക്കുന്നു. ഈ ഒരു പീസസിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട്, വിഡ്ത്തിനെയാണ് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിങ്ങനെ നിവർത്തി കൊടുത്ത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്താണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു 35 ഇഞ്ച് ലെങ്താണ് എടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ അളന്ന് ഒരു സൈഡിൽ ഇങ്ങനെ അളന്ന് വരുമ്പോഴത്തേന് 35 എവിടെയാണോ അത് ഓരോരുത്തരും അവനവൻ്റെ അളവ് എടുത്തോണേ. നമ്മൾ സീം അലവൻസ് എല്ലാം കൂട്ടിയാണ് ഈ ഒരു 35 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്ത് അതിനെ വീണ്ടും നമ്മൾ ആ ഒരു പോയിന്റിൽ പിടിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ടോട്ടൽ 4 പീസസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ നല്ല ക്ലിയർ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് നല്ല നിവർത്തി കൊടുത്ത് ഇതുപോലെ ഇടുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. എന്നിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പോൾ ബാലൻസ് ഉള്ളത് നമുക്ക് ടോപ്പായിട്ടൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക. വണ്ണമൊക്കെ കുറവുള്ളവർക്ക് ഇത് മതി. അല്ലാതെ വണ്ണം കൂടുതലുള്ളവർക്ക് കുറച്ച് പീസസ് കൂടെ ഒക്കെ വെച്ച് കൊടുത്താലും ടോപ്പാക്കി എടുക്കാൻ സാധിക്കുമേ. നമ്മൾ ഈ ബാലൻസ് ഉള്ളതിനെ ഇതുപോലെ മടക്കി മാറ്റി വെക്കുകയാണ്. നമുക്കതുകൊണ്ട് ഒരു ടോപ്പൊക്കെ പിന്നീട് സ്റ്റിച്ച് ചെയ്യാവേ. അപ്പം നമ്മളിപ്പം പാൻസ് ആണ് കട്ട് ചെയ്യുന്നത്. ലെങ്ത് നമ്മളുടെ ഓരോരുത്തരെ ആവശ്യത്തിന് എടുത്തോണം. വിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ മൊത്തം എടുക്കുന്നുണ്ട്. കാരണം 32 ഇഞ്ചോളമാണ് നമുക്ക് ടോട്ടൽ വിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം 4 പീസസ് ആയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇടുക. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ് ആയ സൈഡാണ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ 16 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുവിധം നല്ല ഹിപ്പളവുള്ളവർക്ക് വരെ ഈ ഒരു രീതിയിലുള്ള പാൻസ് കട്ട് ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റുവേ. നമ്മൾ ഈ ഒരു ഓപ്പൺ ആയ ഭാഗത്ത് ആദ്യമേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ 1.5 ഇഞ്ചിൽ നിന്നാണ് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്ലോത്തിനെ ബെൽറ്റൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ മടക്കാൻ വേണ്ടിയാണ്. ആ 1.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു 12.5 13 ഇഞ്ച് നമ്മൾ ക്രോച്ച് ഏരിയയ്ക്ക് കൊടുക്കുക. അവിടെ നിന്ന് 2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്തു നിന്നും നമ്മൾ 2 ഇഞ്ച് ഇങ്ങനെ കൊടുത്ത് നമ്മൾ ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഏതളവുകാർക്കും, അതായത് നമുക്ക് ഈ ചുരുക്ക് വെക്കുന്നത് കൊണ്ട് തന്നെ ഏതളവുകാർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്താൽ ഒരുവിധം വണ്ണമുള്ളവർക്ക്, ഒരു 40 ഇഞ്ച് ഹിപ്പുള്ളവർക്ക് വരെ, 40 42 ഇഞ്ച് ഹിപ്പുള്ളവർക്ക് വരെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവേ. അതുപോലെ തന്നെ തീർത്തും വണ്ണം കുറഞ്ഞവർക്ക് 32 30 28 ഇഞ്ച് ഹിപ്പളവുള്ളവർക്കും കട്ട് ചെയ്യാവേ. ഇനി ബോട്ടം ഭാഗത്ത് നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിന് എത്രയാണോ വിട്ട് ആ രീതിയിൽ ബോട്ടം മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ നല്ല വിട്ട് നമ്മളുടെ ബോട്ടം ഭാഗത്ത് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനെ ഇങ്ങനെ നിവർത്തി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്രോച്ച് ഏരിയകൾ തമ്മിൽ, നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണേ. 2 സൈഡും ഇതുപോലെയാണ് ക്രോച്ച് ഏരിയയുടെ ഭാഗങ്ങളാണ് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ എല്ലാം 2 ടൈംസ് ചെയ്തെടുത്തോണം. നമ്മൾ ക്രോച്ച് ഏരിയ മാത്രമേ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളേ. ഈ രീതിയിൽ നമ്മളിങ്ങനെ എടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ പിടിച്ച് നമ്മളിങ്ങനെ നിവർത്തുകയാണ് ചെയ്യുന്നത്. നിവർത്തി ഈ ക്രോച്ച് ഏരിയയെ നമ്മളിനി സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പം നമ്മുടെ ക്രോച്ച് ഏരിയയാണ് സെൻറ്ററിൽ ഇപ്പം വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇനിയും ഈ ബോട്ടം ഭാഗത്ത് 2 ടൈംസ് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുത്ത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബോട്ടം ഭാഗത്തു നിന്ന് അടുത്ത ബോട്ടം ഭാഗം വരെ നമ്മൾ ഈ ക്രോച്ച് ഏരിയയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ മടക്കി കൊടുക്കേണ്ടത് ഇതുപോലെയാണ്. നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം 2 ടൈംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ. നമ്മളിപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്ത് ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട്
ഇത് ഇപ്പം ഹോളിഡേയ്സ് ആയതുകൊണ്ട് സ്റ്റുഡൻസിനൊക്കെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് പാൻസൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ 2 ടൈംസ് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇതുവഴി വേണമെങ്കിൽ ടാഗ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാവേ. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്തെടുക്കാവേ. അപ്പം നമ്മളിപ്പോൾ ഇതിനകത്തൊരു വള്ളിയാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് നോക്കുമ്പോൾ കണ്ടോ, ഏകദേശം അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം, വണ്ണം കുറഞ്ഞവർക്കും യൂസ് ചെയ്യാം. കാരണം ഇത് ചുരുക്കി ഇങ്ങനെ വരുന്നത് കൊണ്ട്. അപ്പം ഏതളവുകാർക്ക് വേണമെങ്കിലും, ഒരുവിധം നല്ല വണ്ണമുള്ളവർക്ക് വരെ വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിലും ഗേൾസിനൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവേ. നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മളുടെ പ്ലേലിസ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ.